മോഹൻലാല് പറഞ്ഞ കണക്ക് നീയൊക്കെ കണ്ടിടും, നീയൊക്കെ ചിന്തിക്കാൻ പറ്റുമോടാ? നിനക്കൊക്കെ ഒരു ചെറു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റുമോ? നിനക്കൊക്കെ ചെയ്ത് കാണിക്കുന്നു, എന്നിട്ട് നീ ഇരുന്ന് പറ എല്ലാ പുതുമകളും. ഒരു മിനിറ്റ് അങ്ങനെ കണ്ടിടണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വെക്കാം, രണ്ടെണ്ണം ഞാൻ വെക്കാം. ഒന്ന് കണ്ടിയല്ല, ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, നായകനായിട്ട്. അവിടെ ഇവിടെയും പോകുമ്പോഴത്തേക്ക് ഇത് താത്തിറക്കി ഇവിടെ വെട്ടെടുത്ത് ഇവിടെ കാണിച്ച് നടന്ന് ആൾക്കാരെ പിന്നെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ക്യാമറ വെപ്പിച്ച് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരാളാണ്, വ്ളോഗറാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അവരെന്റെ അടുത്ത് രേണുസുധിയുടെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. കരിമ്പടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് പോയി എന്റെ പ്രസ് ക്ലബ് മീറ്റിംഗിന്റെ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോകൾ ഇപ്പൊ കുറച്ച് കിടന്ന് വൈറലാവുന്നുണ്ട്. അവർ പറഞ്ഞതിൽ പിന്നെ മനുവും സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനും കൂടി എടുത്തു വെച്ചിട്ട്. സൈക്കോപാത്തോ? ആര് സൈക്കോപാത്ത് ചേച്ചി? നിങ്ങൾ എന്റെ ചാനലിലല്ലേ വീഡിയോ കണ്ടത്? സൈക്കോപാത്ത് ഞാൻ അറിഞ്ഞില്ല. സൈക്കോപാത്ത് ഈ മുടി കളറൊക്കെ കണ്ട് ഈ ടാറ്റു കണ്ടപ്പോഴത്തേക്ക് സൈക്കോപാത്തായിട്ട് തോന്നി നിങ്ങൾക്ക് എന്നെ? അതോ യൂഷ്വൽ സൈക്കാണോ ഉദ്ദേശിച്ചത്? ഇനി ആദ്യം വീഡിയോ കാണുമ്പോഴത്തേന് ചാനലിന്റെ പേരെന്തോ, അതിനകത്ത് ചെയ്യുന്ന ആളുടെ പേരെന്തോ എന്ന് പഠിച്ചിട്ട് വേണം വീഡിയോ. എന്നെ അറിയാം, മനുവിനെ അറിയാം, എന്നെ സൈക്കോപാത്ത്. ഇപ്പൊ മറ്റേ DADC സെന്ററിൽ വന്നിട്ട് എന്നെ പിടിച്ചെടുത്ത് വീഡിയോ ഇട്ടല്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി ഒരു റോഡിൽ ഇരുന്ന് ഒരു കാറിൽ ഇരുന്നൊരു വീഡിയോ ഇട്ടതാ. ഇപ്പോഴും DADC സെന്ററിലല്ല വന്നിരിക്കുന്നത്, നമ്മുടെ വീടിന്റെ താഴെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞു കേട്ടതൊന്നും ഇവൻ മറ്റേ ഇവിടെ വന്നിട്ട് വാർഡിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ആ സൈക്കോ ഇങ്ങ് ഇറക്കി വിടും, അവനുമായിട്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നേന്നല്ലേ വിചാരിക്കത്തുള്ളൂ. പറയുമ്പോ മാന്യമായിട്ട് പറയണ്ടേ? അല്ല 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 ഇവർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരെ നമ്മളെ വീഡിയോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള ഇവരുടെ ഒരു സിനിമാ പ്രൊമോഷൻ ഒന്നും അല്ല, അത് രേണുസുധി പ്രൊമോഷൻ തന്നെയായിരുന്നു. അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്തു. അപ്പൊ കയറി എങ്ങനെ കൊള്ളാനുള്ളതിനെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം കാണിച്ചു തരണം മനു. ഇതിനകത്ത് ഇവർ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവരുടെ ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. എന്നാലും നമ്മുടെ വീഡിയോ നല്ലോണം ഓടി. ഇന്റർവ്യൂ ഓടിയത് 3.5K വ്യൂസ് ആ 3 ദിവസമായിട്ട് ഓടിയത്. ഉപകാരം ഉണ്ടല്ലോ, ഞങ്ങൾ വഴി ആ പടം കുറച്ച് കരിമ്പടം കോറിക്ക് വെളിയിലെത്തിച്ചു ഞങ്ങള്. തീർച്ചയായിട്ടും എത്തിച്ചു. ശരിക്കും ഞങ്ങളോട് നന്ദി പറയണം, വെറുതെ ഒരു PR വെച്ച് ഫ്രീ പ്രൊമോഷൻ ആവുന്നത്. അത് മാത്രമല്ല ഇവരുടെ പ്രൊമോഷൻ എന്തോ നോക്ക്. ഇവര് പറഞ്ഞ പ്രശ്നം നമ്മള് ഈ സിനിമയെ അപമാനിച്ചു. അവർ ഒരു കാര്യം, ഞങ്ങൾ ആ സിനിമയെ കുറിച്ച് എന്തോ അപമാനിച്ചെന്ന് പറഞ്ഞത്, ഞങ്ങളെ വ്യക്തമായിട്ട് അപമാനിച്ചത് സജീനയാണ്, സജീനയുടെ പരിപാടിയെയാണ്. അതെ, രേണുസുധിയുടെ പെങ്ങളും ചേട്ടനും അച്ഛനും എല്ലാരും കൂടെ ആണ് കണ്ടന്റ് ഇങ്ങോട്ട് വിളിച്ച് അയച്ചു തരുന്നതെന്നും എന്നിട്ട് രേണുസുധി അവിടെ നിന്ന് ഫോൺ വിളിച്ചത് നിങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്തേ അവരൊന്നും പ്രൊമോട്ട് ചെയ്തില്ല. അവര് തമ്പനയിൽ നിങ്ങൾ നോക്ക്, കള്ളി എന്ന് വിളിച്ചതോടെ പൊട്ടിത്തെറിച്ച് രേണുസുധിയെ വിറ്റ് തിന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് സൈഡിൽ രേണുസുധിയുടെ ഫോട്ടോ ഉൾപ്പെടെ ലൈവിൽ രേണുസുധി ഫോണെന്ന്. ഇവിടെ കരിമ്പടം ഈ 4 പേര് ഇരിക്കുന്നതിന്റെ ബാക്കിൽ ഒരു ചത്ത പടമായിട്ട് ബാക്കി ഇരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയും ഇത് സിനിമയുടെ പ്രൊമോഷനാണ്. അപ്പൊ സജീന ആദ്യമേ പറയണം, നീ പോയി ഇരുന്നത് സജീനയുടെ കരിമ്പടത്തിന്റെ പ്രൊമോഷൻ അല്ല, മറിച്ച് രേണുവിന്റെ പ്രൊമോഷനും രേണുവിനെ വിറ്റ് തിന്നുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മുഖം കാണിക്കാനായിട്ട് അവിടെ പോയത്. അവരത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആർക്കും അറിഞ്ഞുകൂടായിരുന്നൊക്കെ പറയുന്ന കേട്ടോ. മോഹൻലാലും മമ്മൂട്ടി ആദ്യം അഭിനയിച്ചപ്പോൾ അവര് പുതുമുഖങ്ങളായിരുന്നു. ആദ്യം അഭിനയിച്ചപ്പോൾ എന്തുകൊണ്ട് പുതുമുഖമായി? അതിപ്പോ ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ട് എല്ലാവരും കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പുതുമുഖം. നമുക്കത് വീഡിയോ കണ്ടുകൊണ്ട് അറിയാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചും അതുവഴി ഉണ്ടാകുന്ന റീച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ കാണുന്ന ഒരു ഇത് മൊത്തം കാണണം. അവിടെ വരെ എത്തിയിട്ട് എനിക്ക് പറയാനുള്ള ഇവിടെ കണ്ടിട്ടേ പോകാവൂ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഏതാ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് രേണുസുധിയുടെ കണ്ടന്റ് ഇനി തുടണ്ടാണ്. ഈ സജീനയുടെ കണ്ടന്റ് ഇരുന്ന് കാണും. നിങ്ങൾക്ക് അത്യാവശ്യം ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള സാധനം എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് കാണും. അപ്പൊ ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു മര്യാദക്ക് എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോളൂ. ഇപ്പൊ തന്നെ കൊടുത്തോളാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, ഹലോ, നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നീട്ടി വലിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പനി മാറിയിട്ടില്ല കേട്ടോ, നല്ല സൂപ്പർ പനിയുണ്ട്. തൊണ്ടയടപ്പ് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡെഡിക്കേഷൻ എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് റിപ്ലൈ ഞാൻ അടുത്ത വീഡിയോ തരാന്ന്. അപ്പൊ രേണുവിന്റെ ഒരു ബൈറ്റ് മേടിച്ചിട്ട് ഇനി അവിടെ ഇരിക്കുന്ന രേണുവിനെ കൂടെ കുത്തിപ്പൊക്കി മനുവും സൈക്കോപാത്തും വീഡിയോ ചെയ്തിട്ട് സജീനക്കെതിരെ വീഡിയോ നമ്മള് പറഞ്ഞ് രേണുവിന്റെ കണ്ടന്റ് മാത്രം ചെയ്യുന്നതാണ്. ഇനിയല്ല 2-3 തവണ ഇനിയും ബിച്ചുവിനെ അവരെ അല്ല സൈക്കോപാത്തിനെ അയ്യോ റീച്ചില്ലെന്നും പറഞ്ഞിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത്. കണ്ണൊക്കെ കണ്ട നീങ്ങിയൊക്കെ ഇരിക്കുന്നു. ഒരു വിധത്തിലൊന്ന് ഇതായി വരുന്നതേ ഉള്ള പനിന്ന്. പിന്നെ ഞാൻ ഒരു കരിമ്പടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് പോയി എന്റെ പ്രസ് ക്ലബ് മീറ്റിംഗിന്റെ ഒക്കെ 27 സെക്കൻഡായി ഇപ്പം. ആ 27 സെക്കൻഡ് ഇവർക്ക് വയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇവര് പറയുന്നത്. ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ അങ്ങ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? 9 മിനിറ്റ് വീഡിയോ 9.58
അതുകൊണ്ട് 10 മിനിറ്റിന് 2 സെക്കൻഡ് കുറവ് ഓടം വരെ വീഡിയോ ഉണ്ട്. അതിനകത്ത് റിപ്പീറ്റ്ലി പറയുന്ന കാര്യം തന്നെ വീണ്ടും പറയുന്നത്. ഒറ്റ സാധനം തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്. വീഡിയോ എടുത്തിട്ട് പറയാ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിനുള്ള ഒരെണ്ണത്തിനുള്ള റിപ്ലൈ. നിങ്ങൾ വീഡിയോ കാണാതല്ലേ സത്യത്തിൽ വീഡിയോ ചെയ്തിരിക്കുന്നത്? ആരോ വിളിച്ചു പറഞ്ഞു, ആരോ ഫോണിൽ കൂടെ ഇങ്ങനെ അവർ ചേച്ചിമാര് വിളിച്ചു പറയല്ലോ, ചേച്ചിയും സഹോദരനും വിളിച്ചു പറയുന്ന ആരോ വിളിച്ചു പറഞ്ഞു വേണ്ട ബിച്ചുവിന്റെ ചാനലിൽ, അങ്ങനെ സൈക്കോപാത്തിന്റെ ചാനലിനകത്ത് സൈക്കോയും മനുവും കൂടി ഇരുന്നൊരു വീഡിയോ ഇട്ടു കേട്ടോ. അതിനകത്ത് അജീനെ വലിച്ചു കയറിയത്. അജീനെ അപ്പഴേ മുണ്ടും മടക്കി അല്ല പാവാടയും പൊക്കി ഇടുപ്പിലോട്ട് വെച്ച് ചാടി ഇറങ്ങിയ ഒരു വീഡിയോ രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചേല കണ്ടെടുത്താന്ന് തോന്നുന്നു. ഞങ്ങൾ ആ സിനിമയെ പറ്റി ആരും പറഞ്ഞിട്ടില്ല, സിനിമയോടുള്ള ആൾക്കാരെയും പറഞ്ഞിട്ടില്ല. ആകെ കൂടി ഞാൻ പറഞ്ഞൊരു കാര്യം, ആ വീഡിയോ മുഖപരിചയം ഇല്ലാത്ത ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ റീച്ച് ആവത്തില്ല. ഉടനെ രേണു സുധീര ടോപ്പിക് എടുത്ത് വലിച്ചു നീട്ടി ഇതിനകത്ത് ഇട്ടു. അതുള്ള കാര്യം. അത് നിങ്ങളുടെ തമ്മയിൽ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അറിയത്തില്ല, എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് ഇത് ബാക്കി പറയാം. വീഡിയോകൾ ഇപ്പൊ കുറച്ച് കിടന്ന് വൈറലാവുന്നുണ്ട്. അവർ പറഞ്ഞതിൽ പിന്നെ മനുവും സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനും കൂടി എടുത്തു വെച്ച് രണ്ടും കൂടെ ജോയിന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എടുത്തു വെച്ച് അതിനകത്ത് ഒരു കാര്യം, ഞങ്ങള് ജോയിന്റ് ആയിട്ട് ഒന്നും ഇരുന്നില്ല വീഡിയോ ഇട്ടത്, ഒരുമിച്ചിരുന്ന ഒരു കയ്യിലൊന്നും ഇല്ലായിരുന്നു വീഡിയോ ഇട്ട. ജോയിന്റ് ആയിട്ടൊക്കെ ഇപ്പൊ ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുമോ, എങ്ങനെയാന്ന് ഇരുന്നിട്ടാണ്. അയ്യോ പാവം. കാര്യം പറഞ്ഞത് അംഗീകരിക്കണം. കാരണം ഈ കരിമ്പടം എന്ന് പറയുന്ന സിനിമയിൽ രേണുസുതി ഇല്ല. രേണുസുതി 7 അയലത്ത് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ വന്ന മീഡിയക്കാരെല്ലാവരും എന്റെ അടുത്ത്, ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരാളാണ്, വ്ളോഗറാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അവരെന്റെ അടുത്ത് രേണുസുതിന്റെ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. ആദ്യം ചോദിച്ചിരുന്ന ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമ്മളിവിടെ വന്നിരിക്കുന്ന കരിമ്പടത്തിന്റെ പ്രൊമോഷനെ രേണുവിനെ കുറിച്ചെല്ലാം പറയുകയും ചെയ്ത് രേണുവിന്റെ ചേച്ചിയും ചേട്ടനും വിളിച്ച് ഇങ്ങോട്ട് എല്ലാം തരുവാന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് രേണുവിനെ ഫോണിലും വിളിച്ച് ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇതിനപ്പുറം തെറ്റാണ്. രേണുവിനെ കുറിച്ചുള്ളതല്ല, സിനിമയുടെയാണ്. അതിന്റെ തമ്പനയിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ രേണുവാ. ആ 3500 പേര് കണ്ടിട്ടുണ്ട്. അതിനകത്ത് 3499 പിന്നെ ഒരു കൊച്ചു ഉൾപ്പെടെ രേണുവിന്റെ ആൾക്കാരാ. അല്ലാതെ സിനിമയുടെ പ്രൊമോഷൻ ആ നിങ്ങളെ തമ്പനയിൽ കണ്ടില്ല. അതിനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച എന്താണെന്ന് നമ്മൾ കൊടുത്ത വീഡിയോ എന്തുവാന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. രേണുസുതിയുടെ വിഷയം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് 2-3 പേർക്ക് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളോട് ഇങ്ങനെ അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കതിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് സത്യത്തിൽ ഒരു ക്രിയേഷൻ ആയിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എങ്കിലും അത് ഓക്കെ, ആ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് അവിടെ വെച്ച് ആ ഒരു സംസാരം വന്നപ്പോൾ സംസാരിച്ചു പോയതാണ്. അയ്യോ, അങ്ങനെ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അൺനെസസറി ടോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തോ വേണം, അവിടെ വെച്ചാൽ അവസാനിപ്പിക്കണം. കൂട്ടത്തിലുള്ളവര് തേച്ച് നമ്മൾ പറഞ്ഞ പ്രശ്നം, കൂട്ടത്തിലുള്ളവര് തന്നെ ഉപ്പിച്ച് അവിടെ ഇരുത്തി. ഇനി ഞങ്ങൾ വിടുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അത് കയറിയും കൊണ്ട് ആദ്യം ആ കൂട്ടത്തിലിരുന്നവരെ കൊള്ളിക്കണമായിരുന്നു. നിങ്ങളല്ലേ അവരല്ലേ അവർ പറഞ്ഞുള്ള കാര്യം തന്നെ കേട്ടോ. സത്യം പറയല്ലോ, അവർ സത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനകത്ത് പെട്ടപ്പെടുത്തി എന്താണ് അവരോട് ആദ്യം പറയണം, എന്തിനാണ് നിങ്ങൾ എന്നെ അപമാനിക്കുന്ന രീതിയിൽ സത്യങ്ങളൊക്കെ ചോദ്യമായിട്ട് എന്നോട് ചോദിച്ചത്, പറയിച്ച എന്തിനാന്നൊക്കെ ചോദിക്കണം അവരോട്. അല്ലാതെ ഇത് സത്യങ്ങളെ കണ്ടുപിടിച്ച് വീഡിയോ ചെയ്താൽ ഞങ്ങൾ അടുത്ത് വന്നല്ലേ ചോദിക്കണം. ആദ്യം അവരോട് ചോദിക്കണം. അവിടെ ഇരുന്ന് അതിനിടെ ഇരുന്നപ്പോ അവർക്ക് മനസ്സിലായില്ല, ഒറ്റ നോട്ടത്തിൽ കണ്ട നമുക്ക് മനസ്സിലായി. നോക്കണം. പിന്നെ നീയൊക്കെ വേറൊരു കാര്യം പറഞ്ഞില്ല, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിന്റെയൊക്കെ ആ ഒരു പുച്ഛത്തിനോടുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, പുച്ഛഭാവത്തിൽ. എടാ മോനെ, നീ പറഞ്ഞല്ലോ കരിമ്പടം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരും അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ അറിയാവുന്ന ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല. നീയൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്ന? ഇപ്പൊ നിനക്കൊക്കെ ഓരോ ഫാൻസ് കാണുമല്ലോ, സിനിമാ നടന്മാർ. ഇപ്പൊ മമ്മൂട്ടി ഇഷ്ടമുള്ളവർ കാണും. അല്ല, നമ്മൾ ഈ യുഗത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ ഇറക്കിയത് ഈ യുഗത്തില. ഇപ്പൊ അതിനകത്ത് അഭിനയിച്ചവരല്ല, ഈ യുഗത്തിലുള്ളവർ തന്നെയാണ്. അത് നിനക്കൊക്കെ ഒരു ഫാൻസ് ഉണ്ടല്ലോ എന്നല്ലേ? അല്ലല്ലോ, നീയൊക്കെ ഓരോരുത്തരുടെ ഫാൻ അല്ലേ? അല്ലല്ല, ഇവർ ആദ്യം ചോദിച്ച കാര്യം ഇവരാരെ അറിയത്തില്ലേ? അറിയത്തില്ല. അറിയാത്തവരെ എന്താ വേണം, അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ മറ്റേ ഇപ്പൊ നമ്മള് ഒരു ചെറുക്കനടുത്ത് പോയി ഡിക്കാപ്രിയോ അറിയുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയുന്നത് ഇംഗ്ലീഷ് നടൻ ടൈറ്റാനിക്കിന്റെ അറിയത്തില്ല, തെറ്റാ. അത് സിനിമയിലെ പേരല്ലേ? അറിയത്തില്ല. അയ്യേ, ചിലൊരു പെണ്ണൊരു ജോസിനെ കൊന്നില്ല എന്നിട്ട് ബിച്ചുവിനെ അറിയത്തില്ല, സൈക്കോപാത്ത്. അപ്പൊ അത് ചോദ്യം ചെയ്യും. എന്തുകൊണ്ട് ബിച്ചുവിനെ അറിയാം? ഇത്രേ ഐഡന്റിറ്റി ഉള്ള തലയെ കളർ ഇട്ടോണ്ട് കയ്യിൽ ടാറ്റു അടിച്ച് മിക്കപ്പോഴും സ്ലീവ്ലെസ് ഇട്ടോണ്ട് ഇത്ര ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു തവണ പോലും കാണാത്ത ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അവരെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണമെന്നാ പറയുന്നേ? സൈക്കോപാത്ത്. ഇഷ്ടമുള്ളവർ കാണും, ദിലീപിനെ ഇഷ്ടമുള്ളവർ കാണും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇഷ്ടമുള്ള വ്യക്തികൾ കാണും.
അവരൊക്കെ ജനിച്ച് ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴേ ഫേമസ് ആയിട്ടാണ് ഇങ്ങ് പുറത്തോട്ട് ഇറങ്ങിയത്. ഒരിക്കലും അല്ല. അവർക്കും ആദ്യം ഒരു കാലുറയ്ക്കാനായാലും ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടാണ് അവർ 1, 2, 3 കയറി വന്നത്. അപ്പൊ ഒരവസരം ആദ്യം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നീയൊക്കെ വെറും അങ്ങ് നിസ്സാരപ്പെട്ട് പുച്ഛിച്ചങ്ങ് തള്ളി കളഞ്ഞ് അത് നീ ആര് പുച്ഛിച്ചത് എനിക്കറിയാൻ പാടില്ല. ഇവർ ശരിക്കും ഏത് സൈക്കോപാത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടേ? സത്യത്തിൽ നിങ്ങളെ ആരോ സൈക്കോപാത്ത് വിളിച്ച് അത് കറക്കി എന്റെ അടുത്തോട്ട് വിട്ട് അതല്ലേ നടന്ന. നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ വേണേ കാണും. സിനിമയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ സിനിമയുടെ സംവിധായകൻ ഇതാണെന്നും അയാളൊരു പാഴാണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് നായകൻ ഇങ്ങനെയാണ്, നായിക ഇങ്ങനെയാണ്, അതിനകത്ത് അഭിനയിച്ച ആരും നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവില് മുഖം തിരിച്ചറിയുന്ന ആരുമില്ല. അതുകൊണ്ട് ആ വീഡിയോ റീച്ച് ആകത്തില്ല. അപ്പൊ രേണു സുധി ഒരു കോണ്ടന്റ് ആയിട്ട് അതിനെ തിരിച്ചിട്ട് അതുള്ള കാര്യമാണ്. തമ്പനയിൽ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. രേണു സുധി അതിനകത്തൊരു ഗസ്റ്റ് റോള് പോയിട്ട് ഒരു വോയിസ് പോലും കൊടുക്കുന്നില്ല. ഫോട്ടോ അതെങ്കിലും ഇനി പറ്റുമോ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. സെൻസറൊക്കെ പയ്യെ കിട്ടിയാൽ മതി. ലേറ്റ് ആയിട്ട് ഇറക്കി 150 തിയേറ്ററിൽ ഇറക്കുന്നുണ്ട്. എത്ര കോടി മുടക്കിയെന്നൊക്കെ പറയുന്നത്. ആ കോടി ഓണക്കോടിയാണോ കണ്ടറിയ ഓണമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വല്ല ഓണം വലിയ അഹങ്കാരികളാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണത്. നീക്ക് ഇത്ര പുച്ഛിക്കാൻ എന്തിരിക്കുന്നു? നീയൊക്കെ ഒരു നിമിഷം കൊണ്ട് പുച്ഛിച്ച് കളയുന്നത് എത്ര വർഷത്തെ പരിശ്രമമാണെന്നറിയാമോ? ഒരു കുറെ ആൾക്കാരുടെ കഠിന പ്രയത്നമാണെന്നറിയാമോ? ഒരു സിനിമ ആയാലും ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു വെബ് സീരീസ് ആയാലും പുറത്തിറങ്ങുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് കടമകളുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വിയർപ്പുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും നിങ്ങളുടെ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമയുടെ പുറത്തും ഉണ്ട്. പക്ഷെ ഇറക്കുന്നത് ഒരു ബോംബ് കഥയാണെങ്കിൽ എന്തോ ചെയ്യും? പൊട്ടും. അതിപ്പോ രജനീകാന്ത് ആണെങ്കിലും ശരി, മോഹൻലാൽ ആണെങ്കിലും ശരി, പൊട്ടാനുള്ളത് പൊട്ടും. ഇത് ശരിക്കും ഞങ്ങൾ നിങ്ങളോട് ചക്ക എന്ന് പറഞ്ഞപ്പോൾ മാങ്ങിക്ക് നല്ല രുചിയുണ്ട്. ഈ സാധനം ഇവര് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യ. ഇനി ആ സിനിമ പ്രവർത്തകരെ കൂടി ഇതിനകത്തോട്ട് ആക്കി നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ പറയാനുള്ളത് വേറെ ആൾക്കാർ പറഞ്ഞോളും. സിനിമ കാണുന്ന ആൾക്കാർ പറഞ്ഞോളും. നമ്മളിപ്പോ അയാളത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊന്നും എടുക്കത്തൊന്നുമില്ല. അയാൾ എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെസ്റ്റ് പ്രൊമോഷൻ ആയിരിക്കും. കോക്കിന്റെയൊക്കെ ഇന്ന് കിട്ടാൻ പോകും. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചൊന്ന് പറഞ്ഞ കണ്ണ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, ഒന്ന് കണ്ടേക്കണേന്ന്. കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. കണ്ട വളരെ ഉപകാരം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ സിനിമേനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർക്ക് വേണ്ട ടോപ്പിക് അതിനകത്ത് തിരികെ കയറ്റി വെക്കുക. മറ്റേ ഇന്റർവ്യൂവിനകത്ത് രേണുവിനെ തിരികെ കയറ്റുമല്ലേ നമ്മുടെ ഇടയിലോട്ട് സിനിമ കയറ്റി വെക്കുന്നു. ഓ എന്നാ അവരൊരു അവസരം എങ്കിൽ താ, അത്രേ ഉള്ളു. എനിക്ക് ഞങ്ങൾ ചുമ്മാ നടുക്ക് ഇങ്ങനെ ഇതും പിടിച്ചോണ്ട് കുന്തം പിടിച്ചോണ്ടിരിക്കുന്ന കാര്യം മതി. പ്രാരാബ്ദങ്ങളുണ്ട്. അതൊന്നും ഒക്കെ ഒരു നിസ്സാരം നിനക്കൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് 3 വർഷം കൊണ്ടിട്ട് 3 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അത് റിലീസാവുന്നത്. 150 തിയേറ്ററിൽ തന്നെയാണ് റിലീസാവുന്നത് ആ സിനിമ. അതിനകത്ത് പാടിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? നിനക്കൊക്കെ ഫേമസ് അറിയില്ല, പരിചയമുള്ള ആരും ഇല്ലെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നാഷണൽ അവാർഡ് മേടിച്ച വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, ആതിര, ഒരു കാര്യം ചെയ്യാൻ ഇവരെ എല്ലാരെയും കൂടെ ഇന്റർവ്യൂവിന് കൊണ്ടിരുത്താൻ ഞാൻ അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിത് പറയോ? ഈ സിനിമയിൽ മുഖം അറിയാവുന്നവരില്ല. മുഖം അറിയാവുന്നവരൊക്കെ പിന്നണി പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫ്രണ്ടിലിരിക്കുന്ന 3-4 നിരയില് എനിക്കതിനകത്ത് അറിയാവുന്ന സജിനായിരുന്നു. അത് രേണുസുധിയായിട്ടുള്ള ബന്ധപ്പെട്ട് നിരന്തരം രേണുസുധിയുടെ വീഡിയോസ് മാത്രം ഇട്ട് രേണുസുധിയുടെ പ്രൊമോഷൻ മാത്രം കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രം സജീനെ അറിഞ്ഞു. ഇല്ലെങ്കിൽ സജീനെ നീ അറിയുമായിരുന്നു? ഒരു പട്ടിക്കുഞ്ഞും അറിയത്തില്ല. നിങ്ങൾ ഏതോ സീരിയലിലൊക്കെ അഭിനയിക്കുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ അന്നും പറഞ്ഞു അഭിനയിക്കാൻ കഴിവുണ്ട്, പക്ഷെ അതിനെ അവര് മാറ്റി. കഴിഞ്ഞ വീഡിയോയിൽ മനു പറഞ്ഞു നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെന്നാ പറഞ്ഞത്. അത് കേട്ടില്ല. ഓ കഴിവ് കെട്ടതാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി സ്വയമേ അങ്ങനത്തെ അത് സ്വാഭാവികം, നാട്ടുകാർ അങ്ങനെ പറയുമായിരിക്കും. ഇത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടൊന്നും. ഇവരെല്ലാരും കൂടെ പാടിയുള്ള ഒരു 6ഓളം പാട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് ഒരാൾക്കൊരു അവസരം കിട്ടിയാൽ മാത്രമേ രണ്ടാമതൊരു അവസരം വേറൊരാൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങൾ തന്നെയാണേ. പക്ഷെ അഭിനയിക്കാൻ രണ്ടാമതൊരാൾക്ക് കിട്ടിയാലേ പിന്നെ മൂന്നാമതൊരാൾക്ക് അവസരം കിട്ടും. അതിനകത്തൊരു തർക്കമില്ല. ലോജിക്കലി ആണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. 1, 2, 3 കിട്ടിയാലേ 4ാമത് കിട്ടും. കണക്ക് ടീച്ചർ ആരും ഇത് എങ്ങനെ കണ്ടുപിടിച്ചു സാധനം എനിക്കറിയാൻ വയ്യ. കഴിവുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാരും ഇപ്പൊ ടാലന്റ് ഒക്കെ സിനിമ ഇറങ്ങുമ്പോ ഞങ്ങളല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോകേണ്ട കാര്യം. അടിപൊളി സിനിമയാണെങ്കിൽ അത് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഞങ്ങൾ സിനിമയെ കുറിച്ച് വല്ല അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് നിങ്ങൾ അങ്ങ് പറയണം. അങ്ങ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മള് സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നമ്മള് രേണുസുധിയെ കുറിച്ച് ഇപ്പൊ സിനിമയെ കുറിച്ച് 2 അക്ഷരം പറയുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ സിനിമ അപരാധിച്ചില്ല, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് അപരാധിച്ചു. അത് പിന്നെ ആവശ്യമില്ലാതെ നമ്മുടെ പേരതിനകത്ത് വലിച്ചിട്ടുണ്ടോ വല്ല കാര്യമുണ്ടോ? സിനിമ ഇറങ്ങട്ടെ, കാണാം.
കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, നോക്കാം ഞാൻ. ഇവിടെ കാണും, ചിന്നക്കടയൊക്കെ കാണുമായിരിക്കും. ചിന്നക്കട എവിടെ? ക്ലോക്ക് ടവറിന് എവിടെയും കാണും പടം, എവിടെയും ഇറങ്ങണ്ടേ? 150 തിയേറ്റർ ഉണ്ട്. 150 തിയേറ്റർ ഉണ്ട്. ചിന്നക്കടയിലല്ലേ? ശരിക്കും ആ പടം വിജയിക്കും, നല്ല പടമാണ് വിജയിക്കും. പടം കൊള്ളാവുന്നെങ്കിലും വിജയിക്കട്ടെ. ഞാൻ എന്റെ ട്രെയിലറൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ഇംപ്രസ്ഡ് ഒന്നുമല്ല, ഉള്ള കാര്യം പറയാമല്ലോ. കണ്ട പിന്നെ അതിങ്ങോട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ സജീനയുടെ ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. ഒരു കറുത്ത കണ്ണാടി വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കും സൈഡിൽ കൂടെ. സീരിയലിലും സൈഡാക്കാണ്ടാന്നാ പറയുന്നത്, ഇവിടെ സൈഡാന്നാ പറയുന്നത്. എന്നാലും നോക്കാം, നമ്മൾ അടച്ചാക്ഷേപിക്കുകയുള്ള നിങ്ങൾ കലാകാരിയാണെങ്കിൽ നിങ്ങൾ കലാപരമായിട്ട് രക്ഷപ്പെടട്ടെ, വലുതാവട്ടെ, ഓസ്കാർ വലിയ ഏതെങ്കിലുമൊക്കെ അവാർഡ്, ഓസ്കാർ വരെ പോകട്ടെ, കൂടി പോയി ഇച്ചിരി തട നാഷണൽ അവാർഡൊക്കെ കിട്ടട്ടെ എന്ന രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വളർന്നു വരിക, അത്രേ ഉള്ളൂ. മമ്മൂട്ടിയെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മോഹൻലാലിനെ കൊണ്ട് അഭിനയിക്കുക, പ്രഭാസിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മഞ്ജു വാര്യർ, ഉർവശി ഇവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും കാണാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. നല്ല കഥാതന്തുവാണ്, അത്രമാത്രം പ്രയത്നിച്ച നല്ല ആർട്ടിസ്റ്റുകളുടെ കഴിവോടുകൂടി നല്ല അടിപൊളിയായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റോറിയാണ്, അതായത് നല്ല ഫാന്റസി ക്രൈം സ്റ്റോറിയാണ്. ഇത്രയും പുച്ഛിക്കുന്ന നീയൊക്കെ ഒരു കാര്യം ചെയ്യും, ആ സിനിമ ഇറങ്ങുമ്പോൾ നീയൊക്കെ അതൊന്ന് പോയി കണ്ടിട്ട് നീ റിവ്യൂ പറ. അതിനൊരു അന്തസ്സുണ്ട്. അതിന് വേറെ പുച്ഛമായിട്ട് അതിനകത്ത് പരിചയമുള്ള പിന്നെ പറഞ്ഞ് കാണാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞ് കാണാൻ, പിന്നെ പറഞ്ഞ് കാണണ്ട, എന്നിട്ട് മറ്റേ കുക്കറീശ കണക്ക് നല്ല നല്ല രീതിയിൽ അവിടെ ഇതുണ്ട് അവിടെ ഇതുണ്ട്. സജീൻ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യമുണ്ടല്ലോ, അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പറയേണ്ടതാ, അല്ലാതെ അഭിനയിച്ച നിങ്ങൾ പറയേണ്ട കാര്യങ്ങളല്ല. കണ്ട പ്രേക്ഷകരാണ് ഇത് പറയുന്നത്. വാവ്, അടിപൊളിയായിരുന്നു, അത്രയും ആൾക്കാരായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അവരുടെ സിനിമാറ്റോഗ്രാഫി അങ്ങനെയൊക്കെ ഞാൻ നോക്കണം. കൊള്ളാക്കി മാറ്റും, ഞാൻ തിയേറ്ററിന്റെ വെളി ഇറങ്ങിയിട്ട് ഞാൻ ഇതിനൊക്കെ അട്ടഹസിച്ചുകൊണ്ടൊക്കെ പറയാം, എല്ലോ റീലൊക്കെ ഇടാം കൊള്ളാമെങ്കിൽ. കാണോ നോക്കട്ടെ. ആദ്യം കാണണ്ടെന്ന് പറഞ്ഞ് പിന്നെ കാണണമെന്ന് പറഞ്ഞ്, അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളടുത്ത് കാണണ്ടെന്ന് പറഞ്ഞാൽ 2 ടിക്കറ്റ് പോയി, നമ്മളെ കാണാൻ പറഞ്ഞ 2 ടിക്കറ്റ് കൂടെ കിട്ടും. കാണാം. അത് ഇവര് ടിക്കറ്റ് എടുത്ത് തരുമെങ്കിൽ ഞാൻ പോയി കാണാം, അല്ലാതെ നമ്മളൊന്നും കാണുന്നു. ഇവിടെ ബാക്കിയുള്ള സിനിമ പോയി കാണുന്നില്ല, പിന്നല്ലേ. അല്ല, നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പോയി കാണാം. പുറത്തിറങ്ങിയിട്ട് നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അല്ലല്ല, അതിനകത്തുള്ളവർ ഇപ്പൊ പറഞ്ഞ പോലല്ല, ഈ ആട്ടുസൂപ്പ് ഉണ്ടാക്കിയവരല്ല പറയേണ്ടത്, കുടിച്ചവരല്ലേ പറയേണ്ടത് കൊള്ളാവില്ല എന്നുള്ളത്. കാര്യമില്ല, അതെങ്ങടെ ഒരാളെ കണ്ടല്ലേ പരിചയപ്പെടുന്നത്. ഇപ്പൊ നീയൊക്കെ യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്ക് നീ തുടങ്ങിയ ഉടനെ നിനക്ക് ഇത്രയും സബ്സ്ക്രൈബർ വന്ന് നിന്റെയൊക്കെ മണ്ടേ കൂടെ വന്ന് വീണയാന്നാ. തുടക്കത്തിൽ നീയൊക്കെ ഓരോന്നിടുമ്പോഴും 1 വ്യൂ 2 വ്യൂ 3 വ്യൂ കയറിയല്ലേ വന്നത് ഇത്രയൊക്കെ. നിന്റെയൊക്കെ 10 പേര് അറിയാം. ഇതൊക്കെ ആരാ പറഞ്ഞിരുന്നേ, അറിയാൻ പാടില്ലാത്തോണ്ട്. ബേസിക്കലി നിങ്ങളുടെ യൂട്യൂബിന് കോണ്ടന്റിന് വലിയ റീച്ച് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ വീഡിയോ ഇടുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും കൂടെ കയറി പോട്ടെന്നേ, നമ്മളെ കൊണ്ട് പറ്റുന്ന കയറി പോട്ടെ, സഹായമല്ല ചെയ്തു തരുന്നേ, സഹായിക്കും, അത്രേ ഉള്ളൂ. കയറി പോട്ടെ. ചിലപ്പോ നാളെ ഞങ്ങൾക്ക് വ്യൂ കാണത്തില്ലായിരിക്കും, എന്ത് വേണേലും പറ്റിയേക്കാം. അതൊക്കെ ഓരോന്ന് ബേസ് ചെയ്താ. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ, കാണുന്ന ആൾക്കാരുടെ താല്പര്യം. പക്ഷെ വ്യൂ ഉണ്ടാക്കാന്നുള്ളത് ഒരു ക്രിയേറ്ററുടെ ക്രിയേറ്റിവിറ്റിയാ, അല്ലെങ്കിൽ അവന്റെ ആവശ്യം, അതിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ അതിനകത്ത് പിടിച്ചിട്ട് രേണുസുതി എന്ന് പറഞ്ഞ് മാത്രം പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാറ്റിയിടാം, പല ടോപ്പിക് ഇടാം, ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റീച്ച് കിട്ടും. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കോർണർ ചെയ്ത കുറച്ച് ഓഡിയൻസിന്റെ സാധനം ഓടുന്നില്ല, നിങ്ങൾക്ക് പിടികിട്ടി. പിന്നെ അത് എന്ന് വന്നാലും ഞാൻ രേണുവിനെ പോസിറ്റീവ്. അല്ലെങ്കിൽ അവിടെ ഒരാൾ ചോദിച്ചല്ലോ, ആ പൈസയുടെ കുറച്ച് രേണുവിനോട് ചാരിറ്റി ആയിട്ട് കാണണം, രേണുവിന്റെ ചാരിറ്റി ആയിട്ട് ഈ സാധനം കണ്ടിട്ട് ആ പൈസ അവിടെ കൊടുക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. അത് പറ്റത്തില്ല, പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് പറഞ്ഞ് കിട്ടുന്ന ചാരിറ്റി വരത്തില്ല, നെഗറ്റീവ് പറയുന്നത് മാത്രമേ ചാരിറ്റി വരത്തുള്ളൂ. എന്തൊക്കെയാണോ പറയുന്നത് തുടങ്ങിയത് അങ്ങനെ തന്നെയല്ലേ. അപ്പൊ പുച്ഛവും പരിഹാസവും ഒരുത്തനും എവിടെയും ചെന്ന് എത്തത്തില്ല. ഏത് ഫീൽഡിൽ നിന്നാലും അതിനൊക്കെ എല്ലാത്തിനും അതിന്റേതായ ഒരു താഴ്മയുണ്ട്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ 2ലോട്ട് കയറും, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചാലേ 3ാമത് കയറാൻ പറ്റൂ. അപ്പൊ ഒറ്റയടിക്ക് 2-3 വെച്ചാലേ 4ാമത്തെ കയറാൻ പറ്റും. തത്വങ്ങളാ. ആദ്യം 1ാമത് അഭിനയിച്ചാലേ 2ാമത്, 2ാമത് അഭിനയിച്ചാലേ 1ാമത്തെ സ്റ്റെപ്പ് കണക്കിൽ മിടിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ സ്റ്റെപ്പ് കയറാൻ 2എണ്ണം കയറ്റി വെച്ചാൽ ഹൈറ്റ് ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് അങ്ങ് മേളി എത്താനായിട്ട് ഇങ്ങനെ കവച്ചങ്ങ് കയറും. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ കവച്ച് വെച്ചാൽ കവട്ട കയറുമെന്ന് പറയല്ലേ, ഞാൻ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് അടിക്കാൻ വരില്ല. നീയൊക്കെ ആകാശത്തോളം പറഞ്ഞു, നീയൊക്കെ ഭയങ്കര ഫേമസ് ഫെമിലിയറായ ആൾക്കാരാണ്, സമ്മതിച്ച്. അതിൽ അഭിനയിച്ച എല്ലാരും പുതുമുഖങ്ങൾ തന്നെയാണ്. ഈ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം, അതാ ഫേമസ്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ താണ്ട് അവിടെ ഒക്കെ പോയിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ടിരുന്നു, ചായ കുടിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ വിചാരം നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ആൾക്കാർക്ക് ഇങ്ങനെ ഓടിക്കൊടുക്കും. അങ്ങനൊന്നും ഇല്ല. എക്സാക്ട് കാര്യം പറയാം, ഇത് ലവനാണോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേനും ഞാനങ്ങ് പാസ് ചെയ്തു പോകും. അല്ലെങ്കിൽ കുറെ നേരം അവൻ തന്നെ, അവന്റെ സൈഡ് അവൻ തന്നെ എന്നോട്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തെ ഇത് കൊണ്ടിട്ടെങ്കിലും ആരെങ്കിലും തിരിച്ചറിയാം. എന്നെ ഇന്ന് വരെ വന്നിട്ട് മാസ്റ്റർ മീൻ വേണമെന്ന് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. അത് ശരിയാ.
പക്ഷെ ഇവരുടെയൊക്കെ മൈൻഡിൽ എന്താ ആ, നമ്മള് പുറത്തോട്ട് കൂടും ഏതാ ക്രൗഡാണ്. തൊപ്പിയും മറ്റേ ഇവനൊക്കെ ഈഗിളും ഒക്കെ വരുമ്പോ കാണുന്നില്ല, അതാ ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴും ആൾക്കാരെ അങ്ങ് വളയും. അങ്ങനൊന്നും അല്ല. എന്നിട്ട് ഞങ്ങളെ പിടിച്ചിരുത്തിട്ട് പറയും ഒരു 2 റിയാക്ഷൻ ഒന്ന് ചെയ്ത് കാണിക്കും. അപ്പൊ ഞങ്ങൾ 2 റിയാക്ഷൻ ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇത് പറയുന്നത് നിങ്ങൾ സിനിമാ താരമായിട്ട് നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ ആളോടി കൂടുന്നുണ്ടോ? അതുപോലെ നിങ്ങളിപ്പോ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിങ്ങളെ കണ്ട ആൾക്കാർ ഓടി കൂടാനായിട്ട് പോകുന്നത് ഉള്ള കാര്യം പറയാലോ. നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോ മറ്റേ ഹീറോ സിനിമയിലെ പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ വിവിയുടെ അടുത്ത് വന്ന ഒരാള് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ ആകെ അപ്പോഴത്തേന് വിവി മറ്റേ അങ്ങനൊക്കെ പൊങ്ങിപ്പോന്നെ. നമ്മളെ തിരിച്ചറിയുന്നുള്ളൂ. ഒന്നുമില്ല, ഒരു അനക്കം പോലും ഇല്ല ഒരു സൈഡിൽ പോലും. നമ്മളിങ്ങനെ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞു. നമ്മള് പുറത്തോട്ടിറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? മറ്റേ പൃഥ്വിരാജിന്റെ ഹീറോ സിനിമയ്ക്കകത്ത് അതിനകത്ത് നായകൻ രണ്ടാമതൊരു ക്രൗഡിന്റെ ശല്യം കാണും. ആൾക്കാരെ നിയന്ത്രിക്കണം. അപ്പോഴത്തേക്ക് പോലീസുകാരെ പറയും പിന്നെ 4-3-7 പേരായി ഇവന്റെ സിനിമ കാണുന്നത്. നമ്മള് ശരിക്കും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഉള്ള സാധനം നമ്മൾ പറഞ്ഞുതരാം. ഒരു പട്ടിക്കുട്ടി പോലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മുടെ സ്വന്തക്കാരൊക്കെ യൂട്യൂബർ എന്ന് പറഞ്ഞ് പുച്ഛിക്കും. അത് കളിയാക്കി പറയുന്നതാ, അല്ലാതെ അഭിമാനത്തോടെ പറയുന്നതല്ല. എന്നിട്ടായി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ സീരിയലി അഭിനയിക്കുന്നത്. എല്ലാവരുടെയും സിനിമ, ഡബിങ്, യൂട്യൂബ് എനിക്കറിയാൻ മൾട്ടി ടാസ്കിങ്, കലാകാരി. രേണുവിന്റെ PR രേണു എല്ലാം ഉണ്ട്. രേണുവിന്റെ മൂത്ത സഹോദരി, ജ്യേഷ്ഠ സഹോദരി രേണുവിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് ഞാനാണ് എന്ന് ക്രെഡിറ്റ് ഏറ്റെടുത്ത് വെച്ചിരിക്കുക. തന്നെയാണ് എന്തേ പുതുമുകൾ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ഓടത്തില്ലേ? അത് കാണാൻ ആൾക്കാർ വരത്തില്ലേ? എന്താ അവർക്ക് അങ്ങനെയുള്ളവർക്ക് സിനിമ പാടില്ലേ? അവരെന്തോ പിന്നെ ഐറ്റം പ്രഷ്ടിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണോ? അത് നിന്റെയൊന്നും പോക്കറ്റിൽ നിന്നല്ല എടുത്തിട്ട് ചെയ്തത്. നല്ല അന്തസ്സായ രീതിയിൽ കോടികളുടെ അടുത്ത് പൈസ മുടക്കി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കോടികളുടെ അടുത്ത് മുടക്കിയോ? കോടികൾ മുടക്കിയെന്നല്ല, കോടികളുടെ അടുത്ത് ഒരു 99 ലക്ഷം മുടക്കി കാണും. അല്ല അപ്പൊ 10 ലക്ഷം ആണെങ്കിലും 50 ലക്ഷം ആണെങ്കിലും 1 കോടി ആണെങ്കിലും പുള്ളി റീതിങ്ക് ചെയ്യും. സജീനെ എന്തിന് ഇതിനകത്ത് കൊണ്ടുവന്നു എന്ന് ചിലപ്പോൾ റീതിങ്ക്. ആ ക്യാരക്ടർ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. എല്ലാവരും പുതുമുഖമല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ശരിക്കും ആര് പറഞ്ഞതിനുള്ള മറുപടി ഈ പറഞ്ഞോണ്ടിരിക്കുന്നു? ഇതൊക്കെ ബിച്ചു പറഞ്ഞു ഇങ്ങനെ. അല്ലല്ല, ഇത് ഇവരെ മറുപടി എന്ന് പറയോ? ആ ചാനലിനകത്ത് വന്ന താഴെ കമന്റ് ബോക്സിൽ വന്നതിനുള്ള റിപ്ലൈ കണ്ടാണ് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ സിനിമയുടെ നായകനോ നായികയോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ കൊറിയോഗ്രാഫറോ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സിനിമയൊക്കെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ പെണ്ണുമുള്ള വീണ്ടും ഞങ്ങളുടെ പേരും കൊണ്ട് വലിച്ചടിച്ചോണ്ടിട്ട് സിനിമയ്ക്കകത്തോട്ട് കയറ്റി വിടുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടെ 2 റോള്. അതെ, നെഗറ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാതിരുന്ന മോശം. എന്നാ പിന്നെ അങ്ങനെയെങ്കിലും പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീയൊക്കെ പോയി തിയേറ്ററിൽ പോയി സിനിമയൊന്ന് കാണും, കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പൊ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ട്. പുതുമുഖങ്ങളെല്ലാരും അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ അഭിനയുടെ അന്ന് പറ, അല്ലെങ്കിൽ കണ്ടിട്ട് പറ സൂപ്പർ പുതുമുഖങ്ങളാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്, പക്ഷെ നല്ല ആർട്ടിസ്റ്റുകളാണ്, അവരുടെ അഭിനയം സൂപ്പർ. കണ്ടിട്ട് ജെനുവിനായിട്ട് നീ ഒരു അഭിപ്രായം പറ. നിന്നെയൊക്കെ ഞാൻ കണ്ടിട്ട് ജെനുവിനായിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല എന്ന് നമ്മൾ പറഞ്ഞ എന്തായിരിക്കും? രേണുസുതിയോടുള്ള ഹേറ്റ് അല്ലെ സജീനയോടുള്ള ഹേറ്റ് ഇവിടെ ഉടനെ അത് തിരിച്ച് രേണുസുതിയോടുള്ള ഹേറ്റ് ആണ് അവരിപ്പോ അങ്ങനെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കറങ്ങി ഈ സാധനം തിരിച്ച് നമുക്ക് ഇടയിലോട്ട് കൊണ്ട്. ഇനി നമ്മൾ നല്ലതെന്ന് പറഞ്ഞാലോ പറയുമോ? ഇവന്മാർ എന്നെ പേടിച്ച് പറഞ്ഞു, പേടിച്ച് പറഞ്ഞു എന്ന് പറയാം. ഏത് അവസ്ഥ വേണേലും പറയാം. അല്ലെങ്കിൽ രേണുസുതിയുടെ അവസ്ഥ കൺസിഡർ ചെയ്തിട്ട് നമ്മളാക്കിയത്. കണ്ടില്ലേലും ഇല്ലേലും ഞാൻ കണ്ടിട്ട് അൺലിസ്റ്റഡ് ആയിട്ട് ഇവർക്ക് ലിങ്ക് വെച്ചു, വീഡിയോ ചെയ്തിട്ട് വെച്ചു. അത് മതി. കാണുന്ന സിനിമ കണ്ടിട്ട് എങ്ങനെ കൊള്ളാങ്കി ഞാനും കാണാം. കൊള്ളാമെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഒരു 5 പേരെ ടിക്കറ്റ് ഞാൻ ഇവിടെ എടുത്തു. ഇവര് പുതുമുഖമൊന്നുമല്ല, ഇവര് പാൻ ഇന്ത്യൻ. പിന്നെ നീ ഇട്ട വീഡിയോക്കുള്ള റിപ്ലൈ ഞാൻ പിന്നെ തരാം. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഇത് റിപ്ലൈ അല്ലേ, ഇത് പിന്നെ എന്തോന്ന്? സിനിമാക്കാരെ നിങ്ങൾ കാണണം. ഞങ്ങൾ ഇട്ട വീഡിയോക്കുള്ള റിപ്ലൈ പിന്നെ തരാം. പിന്നെ പുതുമുഖങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു വീഡിയോ ആരപമാനിച്ച് ദൈവമേ, ഇവർക്ക് കിളിയം കണ്ടുപോയി. 3 വീഡിയോ സൈക്കോപാത്തിനെ അവരെ അറിയിക്കുക. ആരെന്തോ ചെയ്തെന്ന് കുറെ നാളെ ദേവിനായിരുന്നു അതേപോലെ. ദേവിന്റെ ചറ വീഡിയോ എടുത്തിട്ട് ചെന്നമ്മന് ചെയ്തോണ്ടിരിക്കുന്നു. സീസൺ മാറി, പക്ഷെ ആള് മാറിപ്പോട്ടോ. ദേവ് മര്യാദക്ക് പറയും, പക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല വരുന്നത്. ഞാൻ വല്ലതും പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച്. ഭയങ്കര ടയർഡാണ്, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ. ഇപ്പൊ തന്നെ സംസാരിച്ചപ്പോ നല്ല ചുമ വന്ന് ഇവിടെ തങ്ങി നിൽക്കുവാണ്. പുച്ഛം അത് കളഞ്ഞാലേ മക്കളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നീയൊക്കെ പറയുന്ന കണക്ക് അത്യാവശ്യം നല്ല പിന്നെ ദേവും ഇതിന് ഇടയ്ക്ക് ചെന്നൊന്ന് കളിയാക്കി പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു. എന്തടേ പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ച് അത് റിലീസുമായി എല്ലാവരും കണ്ടത് തന്നെ ഞാൻ അഭിനയിച്ച സിനിമ.
ഒന്നും രണ്ടോ ഒന്നല്ല. ഇരിക്കുന്നത് ഏതാണ്ട് ഒരു തെലുങ്ക് പടം നന്നു കൂടാ ദേവാണ് ഇത് എല്ലാം അറിയുന്നുള്ള പനി പിടിച്ച് ആശുപത്രി കിടക്കും. സിനിമയിലൊക്കെ അഭിനയിച്ചോ? ഏതോ തെലുങ്ക് പടത്തിലുണ്ടായിരുന്നു. ആ പടത്തില് ഹീറോയ്ക്ക് ഡബ് ചെയ്തത് ദേവാണ് ഡബ് ചെയ്തത്. അങ്ങനെ ഒരു അടുപ്പ്. നിങ്ങൾ ഇത്രയും വലിയ ആളായിട്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ ആരുമില്ല? അല്ല ഇവര് ഇതിപ്പോ 5ാമത്തെ പടം തെലുങ്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരെങ്ങനെ പുതുമുഖം വന്നേ? അപ്പൊ നമ്മൾ ഇവരെപ്പോഴാ പറഞ്ഞേ പുതുമുഖങ്ങളെ പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യം എന്താ? പുതുമുഖമല്ലല്ലോ. നമ്മള് പുതുമുഖത്തെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും എന്റെ അഭിനയിച്ച 5 സിനിമകൾ റിലീസായിട്ടുണ്ട്. നമ്മൾ പിന്നെ കൊട്ടിഘോഷ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോകുമ്പോഴത്തേക്ക് ഇത് താത്തിറക്കി ഇവിടെ വെട്ടെടുത്ത് ഇവിടെ കാണിച്ച് നടന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയും ക്യാമറ വെപ്പിച്ച് ഫെയിം ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആരെയാ പറഞ്ഞത്? അല്ലല്ല, അപ്പൊ ഇവർക്ക് അറിയാം ഇങ്ങനെ താത്തിട്ട് നടന്നാലും ഇവിടെ പൊക്കി പിടിച്ച് കാണിച്ചാലും ക്യാമറ എടുത്ത് ഇങ്ങനെ കീഴി വെച്ച് നടന്നാലും ഫെയിം ആകും എന്നുള്ളതും. അപ്പൊ ആ രീതിയിലുള്ള ഫെയിമില് പെണ്ണുങ്ങൾ ഇപ്പൊ റീച്ച് ആകുന്നുണ്ടായിരിക്കും ഇല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. ആരോ റീച്ച് ആകുന്നുണ്ടായിരിക്കും അങ്ങനെ. ഇനിയിപ്പോ ആരുടെയും പേരൊന്നും ഞാൻ പറയാം, നിങ്ങളായിട്ട് തന്നെ പറയാതെ പറയുന്നുണ്ടല്ലോ പല കാര്യങ്ങളും. എന്നാലും ഇവർ അതിനോട് താല്പര്യം തെറ്റാന്നറിയാം. അപ്പം എന്ത് കാണിച്ചാലും ഞാൻ നല്ലത് തന്നെ പറയുമെന്ന് പറയുമല്ലോ. അപ്പൊ തെറ്റാന്ന് അറിയാമല്ലോ. ഞാൻ ഈ അവസ്ഥ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പം കാര്യങ്ങൾ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കും. ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഒരു ഭവിഷ്യത്തായിട്ട് കറങ്ങി തിരിച്ചടിക്കും. ഇപ്പുറത്ത് വന്നിട്ട് ഇത് സൂപ്പർ സപ്പോർട്ട് എന്ന് പറയും, ഇപ്പുറത്ത് വന്നിട്ട് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാ. പക്ഷെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഞാൻ അതിനെ കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. കൊള്ളാലോ, നല്ലതാണ് ഐഡന്റിറ്റി. ഞാൻ ഇന്നാളെ കുറിച്ച് പോസിറ്റീവ് പറയുന്ന വീഡിയോ അതൊരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ടാ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്താ വ്യൂസ് ഇല്ല എന്നുള്ളൊരു കാര്യം. എല്ലാം കണ്ടത് പോസിറ്റീവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാ പറ്റുന്നത്. ഇപ്പൊ ഗോവിന്ദചാമിയെ കൈ കിട്ടിയാൽ ഇവര് പറയും പോസിറ്റീവാന്ന്. അല്ലല്ല, അങ്ങനല്ല. ആ ഒരു പേഴ്സണെ ഒഴികെ ബാക്കി എല്ലാവരും അല്ല, ഇവര് പോസിറ്റീവായിട്ട് ഒരാളെ ഇവര് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഫുൾ പോസിറ്റീവ്. അവരിപ്പോ എന്തെന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് പോസിറ്റീവായിട്ട് അടിക്കത്തുള്ളൂ. അതിനകത്തൊരു 2 കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങളുടെ ചാനലിൽ ഇനി സബ്സ്ക്രൈബേഴ്സും കയറും, വ്യൂസും കയറും. കാരണം നിങ്ങൾ ഭയങ്കര ഫേസ് ഫെമിലിയാരിറ്റി ഉള്ള ആളല്ലേ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റും പാൻ ഇന്ത്യൻ സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ സജീന കൊല്ലം ചിന്നക്കടന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. എനിക്കറിയത്തില്ല. അന്തസ്സും അഭിമാനവുമായ രീതിയിൽ കഴിവിനനുസരിച്ച് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി? അപ്പൊ അതിനകത്ത് അഭിനയിച്ച ഒരു നിസ്സാര കാര്യം, ഒരു നീയൊക്കെ മനുഷ്യനാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു കുറെ ആൾക്കാരുടെ ഞങ്ങൾ 2 കാലും കുത്തി നിന്നിട്ടാ വീഡിയോ എടുത്തത്, അല്ലാതെ കാലും കൈയും എല്ലാം കുത്തി വാല് വാട്ടിക്കൊണ്ടല്ല വീഡിയോ എടുത്തത്. ഇവൻ വന്നതായി തന്നെ സൺറൂഫിൽ കൂടെ ഇറങ്ങി വന്നിരുന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ചു കയറി ഞാൻ കൊണ്ടുപോയവനാ. ഞാൻ മറ്റേ ഇല്ലേ കൂടെ ഇങ്ങനെ 2 കാലും കുത്തി വാല് വാട്ടി വന്ന് തുറന്നിട്ട് അകത്തിരുന്ന് വീഡിയോ ചെയ്തേ. മനുഷ്യനാണോ? ഇവരുടെ സംസാരം കേട്ടതൊന്നും നമ്മൾ ആരെയോ പോയി എന്തൊക്കെയോ ചെയ്തിട്ട് വന്ന് ഇത് വീഡിയോ ചെയ്തതാണ്. ഒരു വീഡിയോ അല്ലേ ചെയ്തോളൂ നിങ്ങൾ കാണിച്ച അവരത്തെ കുറിച്ച്. അതിനകത്ത് ചീത്ത വിളിച്ചില്ല, മോശമായിട്ട് പറഞ്ഞില്ല, ഒന്നുമില്ല. അതിനകത്ത് മനുഷ്യനാണോ ഹോമോസാപ്പിയൻസ് ആണോ ഏത് വർഗമാന്നൊക്കെ ചോദിക്കുന്നത് മനുഷ്യനല്ലേ? അത് തന്നെ. ആ സൈക്കിളിക്കിനകത്ത് കിടന്നതാണ് ഞങ്ങള്. എത്ര നാളത്തെ പരിശ്രമമാണെന്നറിയാമോ ഒരു സിനിമ എന്ന് പറയുന്നത്. അത് നീയൊക്കെ കണ്ടിടും. മോഹൻലാല് പറഞ്ഞ കണക്ക് നീയൊക്കെ കണ്ടിടും. നീയൊക്കെ ചിന്തിക്കാൻ പറ്റുമോടാ? നിനക്കൊക്കെ ഒരു ചെറു ഷോർട്ട് ഫിലിമിൽ ചെയ്യാൻ പറ്റുമോ? നിനക്കൊക്കെ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് നീ ഇരുന്ന് പറ എല്ലാ പുതുമകളും. ഒരു മിനിറ്റ് അങ്ങനെ കണ്ടിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ വെക്കാം 2 ഞാൻ വെക്കാം. ഒന്ന് കണ്ടിയല്ല, ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, നായകനായിട്ട്. അതിന്റെ പോസ്റ്റർ ഞാൻ ഇവിടെ വെക്കാം. അനുരാഗ് ഗാനമേ എന്ന അതിന്റെ പേര്. 5-6-7 വർഷം പഴക്കമുള്ള ആയതുകൊണ്ട് ഒരുപാട് ഡിഫിക്റ്റ് ഒക്കെ കാണും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പറയാനുള്ളൊരിത് ആണോ? അല്ലല്ല, ഞങ്ങൾ ഒന്നിച്ച് ചെയ്തോണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പം എന്റെ ഒരെണ്ണം ഉണ്ട്, 7 വർഷമായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് RDB ക്രിയേഷന്റെ അനുരാഗ് ഗാനമേ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ടിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മുരളി മറ്റേ മരിച്ചുപോയ സിനിമ നടൻ മുരളിയുടെ പേരിലുള്ള ഒരു അവാർഡൊക്കെ ഉണ്ട്. അല്ലല്ല, അത് ഒന്ന്. ഇനി 2ാമത്തെ ഞാൻ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു പകൽ സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്റെ മോൻ കാണിച്ചൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വരുന്നു. അപ്പം അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത കേട്ടോ. ഞാൻ അതിനകത്ത് പത്ര റിപ്പോർട്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻ പോരെ നിന്റെ വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട്.
കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഷട്ടാ. അല്ല ഇത്രയും പറഞ്ഞത് കൊണ്ടാ ഈ ഒരു അവസരം കിട്ടിയപ്പോ ഞാനിത് പറഞ്ഞത്. നിങ്ങളത് ചെയ്തോ അല്ലോ ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റും, അങ്ങനൊന്നും ഇല്ല. വിമർശിക്കുന്നതിന് ഈ സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. സിനിമ മറ്റേ റിലീസ് ആയിട്ട് പന്ന സിനിമ എന്ന് പറയുമ്പോഴേ നിനക്ക് വിമർശിക്കാൻ എന്താ വേഷം? നിനക്ക് എഡിറ്റിംഗ് അറിയോ? നിനക്ക് ഡയറക്ഷൻ അറിയോ? സിനിമ ചെയ്ത് കാണിച്ചിട്ട് പൈസ. പക്ഷെ നമുക്ക് സിനിമ കാണാൻ അറിയാം. അല്ല, നമ്മള് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ നീ സിനിമ എടുക്കാൻ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാണോ വന്നിരുന്നത് സിനിമ കാണുന്നതിന്. അപ്പം നമ്മളെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടൊന്ന് വീഡിയോ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എഡിറ്റിംഗ് അറിയാമോ? നിനക്ക് ലൈറ്റ് സെറ്റിംഗിന്റെ സുന അറിയാമോ? ഓസ്കർ അവാർഡ് നീ മേടിച്ചിട്ടുണ്ടോ? എല്ലാം അറിയാവുന്ന സജീല തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേന് എന്നും അറിയാത്ത ഞങ്ങൾ എന്താ പറയണം പിന്നെ? അയക്കണം നോക്കാം. കാണാൻ പരിചയമുള്ള ആരുമില്ല. നീയൊക്കെ ജനിച്ചപ്പോ മുതലേ കണ്ട് മനസ്സിലാക്കിയ ആർട്ടിസ്റ്റുകളാണല്ലോ എല്ലാരും. ജനിച്ചപ്പോ തന്നെ അവര് ഫെയിമായി വന്നവരല്ലേ. മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും ജീവചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം അവര് എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടും ആരുടെയൊക്കെ കാല് നക്കിയും കാല് പിടിച്ചുള്ള ഒരു ചാൻസ് മേടിച്ച് സിനിമയിൽ വന്നേന്ന്. 10 സിനിമ കഴിയുമ്പോഴത്തേക്ക് ഫെമിലിയറായി. അങ്ങനെയാണ് എല്ലാരും. ആദ്യം ഒരു അതാ പറയുന്നത്, ഇതെങ്ങാണ് മമ്മൂട്ടിയോ മോഹൻലാലോ അതാ പറഞ്ഞത്, കഴിവുള്ളവൻ കേറിപ്പോവും, കഴിവില്ലാത്തവൻ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഞങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, നിങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, എല്ലാം അങ്ങനെ തന്നെ വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ആഗ്രഹം മൂത്ത് ഞങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ കയറി പോവും, ഇല്ലെങ്കിൽ ഇത് കണക്ക് ഇരുന്നുകൊണ്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞോണ്ട് ഇരിക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും അവരുടെ പടലിൽ കൂട്ടി. മമ്മൂട്ടി മോഹൻലാൽ ഇരുന്ന് തുമ്മി ഒന്നാമത് മോഹൻലാലിന്റെ മോളുടെ സിനിമ റിലീസ് ആകാൻ പോവുക. ഇറങ്ങിയുള്ളൂ. അപ്പോഴത്തേന് നീ തുമ്മി പുള്ളിയങ്ങോട് വിടാതെ ഇത് കാണണ്ട, ഇത് റിപ്പീറ്റാ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആ പോയിന്റ് ഒരു 125 പറയുന്നത്. ഇവർ ആ വീഡിയോയുടെ തുടക്കം തന്നെ ഈ സാധനം പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഒരു കാര്യമില്ലാതെ ഈ ടോപ്പിക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് സിനിമയെ കുറിച്ച് പറഞ്ഞു, സിനിമയിലെ പുതുമുഖ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, പുതുമുഖ ആൾക്കാരുടെ കഴിവെന്തുവാ, ആ സിനിമ എടുത്തവർ എത്ര എഫേർട്ട് എടുത്തിട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പോണ്ട് എടുത്തയാണെന്നും, ആ സിനിമയിൽ 1.5 കോടി രൂപ കാര്യം ചോദിച്ചോട്ടെ, ആ സിനിമ നിങ്ങൾ എടുത്ത് നല്ല സിനിമ എടുത്ത് ഇതിനകത്ത് 3 വർഷത്തെ കഷ്ടപ്പാടുണ്ടോ എന്നൊക്കെ കാണുന്നവന് അറിയേണ്ട കാര്യം എന്താ? കൊള്ളാമോ ഇല്ലയോ കാണുന്നവൻ നോക്കത്തുള്ളൂ. നിങ്ങൾ 3 വർഷം എടുക്ക്, 15 ദിവസത്തെ എടുക്ക്, കൊള്ളാവുന്ന സാധനമാണ് ഹിറ്റ്. കൊള്ളത്തില്ലെങ്കിൽ പുച്ഛിച്ച് വിടും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇനി ഇരുന്ന ആൾക്കാർ അവരാധിക്കും, അത് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെന്താ നിങ്ങളൊരു ഇന്റർവ്യൂ ഇട്ട് നമ്മള് സിനിമ കാണണമെന്ന് പറഞ്ഞു 2 ടിക്കറ്റ് ഇപ്പൊ കൺഫേമാ. 160 രൂപ. ഞാൻ നോക്കട്ടെ, ഞാൻ നല്ലതുണ്ടെങ്കിൽ സ്പൈഡർമാൻ പോലും പോയി കണ്ടു. എന്നോട് കണ്ടിട്ട് എല്ലാവരും നല്ല സിനിമ പറഞ്ഞിട്ട് അതുപോലും ഞാൻ ഇതുവരെ പോയി കണ്ടില്ല. എന്നോട് കണ്ടിട്ട് റിവ്യൂ പറയാൻ ഞാൻ പറയും, ഞാനൊക്കെ ഉത്തരവാദിത്തം ഉള്ളവനാ. അപ്പൊ മനു കണ്ടിട്ടോ, ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും ഒരു ഉറവില്, അങ്ങനെ പറയാം. സജീന വരുമ്പോ ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ എറി. ഒരാളെ കാണത്തുള്ളായിരിക്കും. അപ്പൊ തിരിച്ചിറങ്ങുമ്പോഴത്തെ അവര് ചോദിക്കും, ആ പേപ്പർ വാരിയിട്ട പേപ്പർ മൊത്തം വാരി എടുത്ത് ബാഗ് ഇട്ടുണ്ടേ പോകാവൂ, ആവശ്യമില്ലാതെ പോകാൻ. അവര് ഇവിടെ കൊല്ലത്തില്ല, ഞങ്ങളും കൊല്ലത്താ. നിങ്ങൾ വരുന്നെങ്കിൽ വിളിക്കും, ഞങ്ങളും വരാം. കൊള്ളാക്കി അങ്ങ് പറയാതെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാമെങ്കിൽ ഞാൻ വരാം. വിളിച്ചാൽ മതി എന്നെ, എനിക്കൊരു കമന്റ് ഇട്ടാൽ മതി, പേഴ്സണൽ നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ പടത്തിന് പോകുമ്പോൾ എന്നോട് വിളി, ഞാനും വരാം, മനുവും വരും കാണാനായിട്ട്, നമുക്ക് ഒന്നിച്ച് കാണാം. കൊള്ളാമെങ്കിൽ ഇരുത്തി കൂഞ്ഞാൻ, കൊള്ളത്തില്ലാന്നുണ്ടെങ്കിൽ ഇരുത്തി പറയാൻ കൊള്ളാന്നുള്ളത്. അത്ര ചെയ്യാൻ പറ്റുമോ ചേച്ചി? ആവശ്യമില്ലാതെ ഈ സിനിമയുടെ പേരിലോട്ട് നമ്മളെ കൊണ്ട് വലിച്ചടക്കണം. നമ്മളോട്ട് ബന്ധമില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ വിരോധം, നമുക്ക് ഒരു പ്രശ്നമില്ല. നാളെ നിങ്ങൾ ഒന്നൊരു പുണ്യപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സൂപ്പർ അടിപൊളി എന്ന് തന്നെ പറയും. നമുക്ക് ഒരു വിരോധം. ഇവരെന്തോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. എന്നിട്ട് ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് തെറ്റ് കാണുമ്പോ തെറ്റെന്ന്, ശരി കാണുമ്പോ ശരിയെന്ന് നമ്മൾ പറയണമെന്ന്. എന്നിട്ട് അവര് നല്ല ആളാ പറയുന്നേ. പോയിരുന്നിട്ട് നന്മ കളിച്ചോണ്ടിരിക്കുക ചാനലിനകത്ത്. അതുകൊണ്ട് 4-3-7 പേരെ ഇപ്പൊ കാണാനുള്ളൂ. എന്നിട്ട് കിടന്നോണ്ട് പറയുക. ബേസിക്കലി ഇവര് എന്തായിരിക്കും ചെയ്യുന്നേ? രേണുവിന്റെ കുറെ സാധനങ്ങൾ ഇടും, രേണുവിനെ നെഗറ്റീവ് പറയുന്ന കുറച്ച് പേരുടെ വീഡിയോ എടുത്തിടും. അതെല്ലാം എന്താ മാറ്റി പിടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിവുണ്ട്, അത് ഉപയോഗിക്ക്. നിങ്ങളത് ഉപയോഗിക്കാതെ ഞാൻ സജീരയുടെ കഴിവ് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാം. മനു കണ്ടിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്, എനിക്ക് അറിയത്തില്ല. കഴിവ് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ പടം ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പോയി സെർച്ച് ചെയ്യാം, പാൻ ഇന്ത്യൻ ആക്ട്രസ് സജീന ഒന്ന് സെർച്ച് ചെയ്യാം. ഡബ് ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ, ഞാനത് നോക്കട്ടെ. നല്ല കഴിവുള്ളതാണോ? ഇത്രയും കഴിവേറിയിട്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന, അവരെ വാലി പിടിച്ചുകൊണ്ട് പോയി രക്ഷപ്പെട്, ചെല്ല്, ഞങ്ങളോട് പറഞ്ഞോണ്ട് ഇത്രയും പറഞ്ഞു. ഇനിയിപ്പോ രേണുസുതി സൈഡായി, ഇനി സജീന ഇപ്പം 5 സിനിമയിലായി. അതെ, രേണുസുതി മാറി, ഇനി സജീന മേളിൽ കയറുക. സജീന നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, സജീനെ കയറ്റുക. ഇനി സജീന ഫുൾ ടൈം ക്ലാസ് ഒക്കെ മറ്റേ വലിയ നായികയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോ ഒന്ന് ഇതുപോലെ കാണണേ. സൈക്കോപാത്തന്നല്ല, ബിച്ചൂന്നാ പേര്. അതും കൂടെ ആലോചിച്ചിട്ട് വേണം ഇനി വീഡിയോ ചെയ്യാനായിട്ട്. ചുമ്മാ ആവശ്യമില്ലാതെ തന്നെ വലിച്ചടിക്കാൻ. എനിക്കത് ഏറ്റവും സന്തോഷം എന്ന് പറയോ, ബിച്ചിനെ അറിയുന്നില്ല, എന്നെ അറിയാം. ഞാൻ മറ്റേ ഞാന് മറ്റേ സൈക്കോപാത്തുമായി. അത് കുഴപ്പമില്ല, വിഷയമില്ല ചേച്ചി, നോക്കി ചെയ്താൽ മതി. ഒരു അബദ്ധം എന്തായാലും പ്രായത്ര ആയില്ലേ, കണ്ണൊന്നും പിടിക്കുന്നില്ല. കണ്ണാടി ഉണ്ടല്ലോ, ഇനിയിപ്പോ കണ്ണാടി ഇടാത്തോണ്ടായിരിക്കും എന്നെ പിടികിട്ടാത്ത, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം
ശരി എന്നാ ബാക്കി കാണാല്ലേ. അപ്പൊ ശരി.